ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ചോദ്യമാണ്. 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന് പറയുന്ന 8ാമത്തെ പാഠത്തിലുള്ള ഒരു ടോപ്പിക്കാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വടക്കു കിഴക്ക് എന്ന് പറയാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ചോദ്യമാണ്, 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഞാൻ മലയാള മീഡിയത്തിൻ്റെ കാര്യമാണ് കാണിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിന് കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഞാനൊരു കഥ പോലെ സിമ്പിളായിട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്. നമുക്ക് നോർത്ത് ഈസ്റ്റ് വടക്കു കിഴക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ കൈ പോലെ വരുന്ന ഒരു ഭാഗമാണല്ലോ. സോ ഇവിടെ 7 എന്താ പറയുക സംസ്ഥാനങ്ങളാണുള്ളത്. 7 സംസ്ഥാനങ്ങളാണ് വരുന്നത്, 7 സ്റ്റേറ്റ്സ്. അതിനെ നമ്മൾ പൊതുവേ പറയുന്ന പേരാണ്, ഓമന പേരായിട്ട് പറയുന്നതാണ് സപ്ത സഹോദരികൾ അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 7 സഹോദരികൾ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അതായത് 7 സംസ്ഥാനങ്ങളേ ഉള്ളൂ, അവിടെ കുഞ്ഞു കുഞ്ഞു സംസ്ഥാനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ്, അതെ, പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഞാനത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ സബ് ടോപ്പിക്കിലോട്ട് പോകാം. സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യമാണ് ഇതിൽ ആദ്യമേ നമ്മൾ എഴുതേണ്ട ഒരു സബ് ടോപ്പിക് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ ഓട്ടോണമി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, ഡിമാൻഡ് ഫോർ ഓട്ടോണമി അല്ലെങ്കിൽ സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യം. ഹെഡ്ലൈൻ കൊടുത്ത് വരയിട്ടതിന് ശേഷം നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്നറിയോ? എവിടെ പറയുന്നത്, ഇനി പറയുന്ന കാര്യം ഒരു കഥ പോലെ ഒന്ന് ഓർക്കാൻ ശ്രദ്ധിച്ച് നോക്കുക, കേൾക്കുക കേട്ടോ. എടാ നോക്കൂ, ഈ 7 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, മുമ്പ് ഉണ്ടായിരുന്നത് അസ്സാം എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അല്ലാണ്ട് അതായത് ഇപ്പം മണിപ്പൂറും ത്രിപുരയും ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും എന്ന് പറയുമ്പോൾ ബാക്കി 5 എണ്ണമല്ലേ വരുന്നത്. 7 എണ്ണത്തിൽ മണിപ്പൂറും ത്രിപുരയും പോയി കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണമല്ലേ ഉള്ളത്. ഈ 5ഉം ചേർത്തിട്ട് അസ്സാം എന്നുള്ള ലെവലിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത്. ഓക്കെ, അല്ലാണ്ട് സെപ്പറേറ്റ് 7 എണ്ണമായിട്ടില്ല. മണിപ്പൂറും ത്രിപുരയും സെപ്പറേറ്റ് ആണ്, പക്ഷേ എന്നാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും കൂടി ചേർത്തിട്ട് അസ്സാം എന്നായിരുന്നു ഒറ്റ സംസ്ഥാനമായിട്ടായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ദിവസം പോയപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്സാം ഗവൺമെൻറ് എന്തായിരുന്നു, അസ്സാമീസ് ഭാഷ, അതായത് അസ്സാമീസ് ലാംഗ്വേജ് അവിടുത്തെ ഒരു എന്താ പറയുക ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഓക്കെ, അസ്സാമീസ് ഭാഷ എന്താക്കുകയാണ്, അവിടുത്തെ ഒരു മെയിൻ ഭാഷയായിട്ട് അവിടെ മാറ്റുകയാണ്. നമുക്കിവിടെ കേരളത്തിൽ മലയാളം ഉള്ളതുപോലെ അവിടെ അസ്സാമിൽ അവിടെ അസ്സാമീസ് ഭാഷ ആക്കുകയാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, അസ്സാമിൽ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണുള്ളത്. മൊത്തത്തിൽ അസ്സാം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ മിസോറാമിലുള്ള ആൾക്കാർ, നാഗാലാൻഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേറെ ഭാഷകൾ ഓൾറെഡി അവർക്ക് മദർ ടങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരു ഭാഷ ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇതാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൊണ്ടുവരികയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടായി മാറും അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്സാമിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ, പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അവരെന്ത് ചെയ്തു, മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞത്, അവർ സ്വയം ഭരണം, ഞങ്ങൾക്ക് ഓട്ടോണമി വേണം, സ്വയം ഭരണം വേണം, അതിനുള്ള ഒരു ആവശ്യം ഡിമാൻഡ് ചെയ്തു അവർ, സ്വയം ഭരണം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകൃതമാകുന്നുണ്ട് കേട്ടോ. ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് വലിയൊരു സംഘടനയായിട്ട് ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്നുള്ള നിലയ്ക്കൊക്കെ അത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, ഇവർ അസ്സാം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ 7 സംസ്ഥാനങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, മണിപ്പൂറും ത്രിപുരയും മാത്രം വെവ്വേറെ ആയിരുന്നു, ബാക്കി 5ഉം കൂടി ചേർന്ന് അസ്സാം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പല ഭാഷകൾ, പല സംസ്കാരമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ അസ്സാം എന്ന് പറഞ്ഞ ഒറ്റ സംസ്ഥാനത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തു, അസ്സാം ഗവൺമെൻറ് അസ്സാമീസ് ഭാഷ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വന്നപ്പോൾ ബാക്കി അതിനകത്തുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഞങ്ങൾക്ക് സ്വയംഭരണം വേണം, ഓട്ടോണമി വേണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുകയാണ്. അങ്ങനെ ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയനൊക്കെ രൂപീകൃതമാക്കി സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് സമരം രൂക്ഷമായപ്പോൾ ഗവൺമെൻറ് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, കൃത്യമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അസ്സാമിന് പല സ്റ്റേറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന നിലയ്ക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാണ്, 1963 നാഗാലാൻഡിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ 1972 മേഘാലയനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ 1986 മിസോറാമിനെയും അരുണാചൽ പ്രദേശിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ്
അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കാണുന്ന ലെവലിൽ 7 സംസ്ഥാനങ്ങളായിട്ട് എന്ത് ചെയ്തത്, നോർത്ത് ഈസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നത്, വടക്ക് കിഴക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഡിമാൻഡ് ഫോർ ഓട്ടോണമിയിൽ എഴുതേണ്ട ഒരു കാര്യം, അസാമുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി വരുന്നതാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, രണ്ടാമത്തെ സബ് ടോപ്പിക്കാണ്. അതായത് സെക്സഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. സോ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്ന 2 കഥകളാണ്. ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് മിസോറാമിൻ്റെ കഥയും, രണ്ടാമത്തെ കഥ നാഗാലാൻഡിൻ്റെ കഥയാണ്. കഥയെന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ മിസോറാമിൻ്റെ കാര്യം എന്തായിരുന്നു, കഥ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മിസോറാമിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അസാമിലായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസാമിൽ തന്നെയായിരുന്നു മിസോറാമും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മിസോറാമിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായിട്ട് അവിടെ ഒരു ഭയങ്കരമായിട്ട് ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്, ഫെമൈൻ ഉണ്ടാവുകയാണ് മിസോറാമിൽ. അപ്പോൾ മിസോറാമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ഗവൺമെൻറ് അന്നേരം അസാമായിരുന്നു കേട്ടോ. അപ്പോൾ ആസാമിലെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് വലിയ ഒരു കെയർനെസ് ഒന്നും, മീൻസ് ഒരു കരുതലൊന്നും ആർക്ക് കൊടുക്കുന്നില്ല, മിസോറാമിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. അവിടെ ക്ഷാമം വന്നിട്ടും പ്രത്യേകിച്ച് എടുക്കേണ്ട മെഷേഴ്സ് ഒന്നും ഗവൺമെൻറ് എടുത്തില്ല, മീൻസ് അസാം ഗവൺമെൻറ് എടുത്തില്ല. അതൊരു റീസൺ. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസാമീസ് ഭാഷ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജാക്കി മാറ്റുകയും ചെയ്തു. ഇത് രണ്ടാമത്തെ റീസൺ. അപ്പോൾ ഒന്ന്, ക്ഷാമം വന്നിട്ട് ഗവൺമെൻറ് മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അസാമീസ് ഭാഷ അവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റിയപ്പോൾ അതും ഒരു പ്രശ്നം. ഈ 2 പ്രശ്നങ്ങൾക്കായി വന്നപ്പോൾ ഇനി സഹി കെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മിസോറാം എന്തെയാണ്, ദേഷ്യം വന്നിട്ട്, ഓക്കെ, മീൻസ് മിസോയുടെ ആങ്കർ വർദ്ധിച്ചു എന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. മീൻസ് അത്രയും അവർക്ക് രൂക്ഷമായി അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചർ നമുക്കൊരു വിലയില്ലേ എന്നുള്ളൊരു ചിന്ത വന്ന് കാണും. ഓക്കെ, അങ്ങനെ അവർ ഫോം ചെയ്യുന്ന സംഭവമാണ് മിസോ നാഷണൽ ഫ്രണ്ട്. അത് മക്കളെ എല്ലാവരും കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. മിസോ നാഷണൽ ഫ്രണ്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മിസോ നാഷണൽ ഫ്രണ്ട് കേട്ടോ. മിസോ നാഷണൽ ഫ്രണ്ട് അത് ആരുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിലാണ് മിസോ നാഷണൽ ഫ്രണ്ട് കൊണ്ടുവന്നത്. ഇംഗ്ലീഷ് മലയാളത്തിൽ ഒരുപോലെ തന്നെയാണ്, മനസ്സിലാക്കി പഠിക്കുക. മിസോ നാഷണൽ ഫ്രണ്ട് ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിൽ അവർ കൊണ്ടുവന്നു. വെറുതെ കൊണ്ടുവന്നതാണോ? അല്ല. മിസോ നാഷണൽ ഫ്രണ്ട് കൊണ്ടുവന്നത് നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ എന്താണ്, യുദ്ധം ചെയ്യാനാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം ഉന്നയിക്കാനാണ്, അവർ സമരം ചെയ്യാനാണ്. ഓക്കെ, അതാണ് കറക്റ്റ് വേർഡ് കേട്ടോ. മീൻസ് ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആവണം എന്നുള്ള നിലയിൽ അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മിസോ നാഷണൽ ഫ്രണ്ട് സമരം ചെയ്ത് മുന്നോട്ട് വരുന്നത്. ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, അവർ ഭയങ്കരമായിട്ട് ആമഡ് റബലീനൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ സായുധ നടപടികളൊക്കെ ആയിരുന്നു അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പോര് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ ഇതിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ്, ഇവർ ഗറില്ല വാർഫെയർ കൊണ്ടുവന്നു. ഗറില്ല വാർഫെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒളിപ്പോര്, ഒളിഞ്ഞിരുന്ന അമ്പും വില്ലും ഒക്കെ എടുത്ത്, മീൻസ് ഇവരൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്, ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അമ്പും വില്ലും ഒക്കെയാണ് ഉള്ളത് കേട്ടോ. സോ മറ്റേ കുന്തം എന്നൊക്കെ പറയുന്നില്ലേ ഐറ്റംസ്, അതാണ്. സോ ഒളിപ്പോരൊക്കെ മീൻസ് ഒളിഞ്ഞിരുന്ന് ഇതുപോലെ ആക്രമിക്കുക, അതാണ് ഗറില്ല വാർഫെയർ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒളിപ്പോര് എന്ന് നമുക്ക് പറയാനായിട്ട് മലയാളത്തിൽ പറ്റും. ഓക്കെ, സോ അങ്ങനെ കണ്ടോ, ഈ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് തരത്തിൽ ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിൽ മിസോ നാഷണൽ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ആക്രമണങ്ങൾ എന്ത് ചെയ്യാണ്, അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി, ഓ അടങ്ങിയിരിക്കില്ല, അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റൂ എന്നവർക്ക് മനസ്സിലായിട്ട് 1986 നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാരാണ് അപ്പോൾ ഉള്ളത്. രാജീവ് ഗാന്ധിയും ലാൽ ഡെങ്കയായിട്ട് ഒരു സമാധാന കരാറൊക്കെ ഒപ്പുവെച്ച് മിസോറാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വതന്ത്രമാക്കുന്നുണ്ട്. മിസോറാമിനെ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതുമാത്രമല്ല മിസോറാമിൽ ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ലാൽ ഡെങ്കയെ തന്നെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മിസോറാമിൽ പിന്നെ എല്ലാം കൊട്ടിക്കലാശിച്ചു, എല്ലാം ക്ലിയർ ആണ്, വേറെ ഒരു പ്രശ്നമില്ല. ഇന്ന് വരെയും വേറെ മിസോറാമിലെ ഒരു പ്രശ്നം, നല്ല ഹാപ്പി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ അല്ലേ. ഇനി നമുക്ക് വരുന്നതാണ് നാഗാലാൻഡിലെ കഥ. ഓക്കെ, നാഗാലാൻഡിലെ കഥയും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നാഗാലാൻഡിൽ നാഗാ ഹിൽസിലുള്ള ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു, അവരും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള, മീൻസ് അസാമിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് വന്ന കാര്യം അങ്ങനെ അവർക്കും ഒരു സഹിക്കെട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവർക്കും സെപ്പറേറ്റ് ആവണം, നാഗാലാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം, ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം അവരും ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ചുകൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ട് അവിടെയും വരുന്നുണ്ട് നാഗാ നാഷണൽ കൗൺസിൽ. ഓക്കെ, നമ്മൾ നേരത്തെ മിസോ നാഷണൽ ഫ്രണ്ട് പഠിച്ചതുപോലെ ഇവിടെ എന്തുണ്ട്, നാഗാ നാഷണൽ കൗൺസിലാണ് വരുന്നത്. ഇത് നാഗാ നാഷണൽ കൗൺസിൽ എന്ന് പറയുന്നത് അങ്കാമി സാഫു ഫിസോയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. നോക്കൂ, അങ്കാമി സാഫു ഫിസോയുടെ നേതൃത്വത്തിലാണ് നാഗന്മാർ എന്ത് ചെയ്തത്, നാഗാ നാഷണൽ കൗൺസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എവിടെയും നാഗാ നാഷണൽ കൗൺസിൽ കൊണ്ടുവന്നത് എന്തിനാണ്, വെറുതെ അല്ല, ഈ പറഞ്ഞ പോലെ എന്താണ്, സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നാഗാലാൻഡ് വേണം, നിങ്ങൾക്ക് തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാണ്, സമരം ചെയ്യാണ്, ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ പോരാടുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കുറേ രൂക്ഷമായിട്ട് വന്നപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി, ഇവർക്കും എന്തെങ്കിലും നമുക്ക് നടപടികൾ എടുത്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അങ്കാമി
ആസാമി സാഫ് ഓഫീസുമായിട്ടൊക്കെ ഒരു സമാധാന കരാറിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നാഗാലാൻഡ് 1963 ഫോം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എങ്കിലും നാഗാലാൻഡിൽ പ്രശ്നം നോക്കൂ, ഇന്നും നിലനിൽക്കുന്നതാണ് നാഗാലാൻഡിലെ പ്രശ്നം. ഞാൻ അതാ പറഞ്ഞ മിസോറാമിൽ പ്രശ്നം അവിടെ കഴിഞ്ഞു. ആ പീസ്ഫുൾ മീൻസ് സമാധാന കരാർ ഒപ്പുവെച്ചതുകൊണ്ട് അവിടെ പ്രശ്നമെല്ലാം സോൾവ് ആയി. പക്ഷേ നാഗാലാൻഡിൽ ഇന്നും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എളുപ്പമല്ലേ, ഞാനിത് കുറച്ച് ഇങ്ങനെ ചളികയറ്റിയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. സംഭവം ഞാൻ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇനി നോക്കൂ, ഇനി നമുക്ക് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പുറമേ നിന്നും വന്നവർക്കെതിരായ പ്രസ്ഥാനം. മൂന്നാമത്തെ സബ് ടോപ്പിക്കാണ്. ഇതുകൂടി എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. നോക്കൂ, മൂവ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇതെന്താണെന്ന് സംഭവം എന്നറിയോ? ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയട്ടെ. നോക്കൂ, നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് വേറൊരാൾ കയറി വരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അന്നേരം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സിംഗിൾ സീറ്റ് മീൻസ് ഡബിൾ സീറ്റാണ്, നമ്മൾ ഒറ്റയ്ക്ക് വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് പോവുകയാണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ അടുത്ത് വേറൊരാൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ? അയ്യോ, ഫ്രീ ആയിട്ട് ഇരുന്നായിരുന്നു, അപ്പോൾ വേറൊരാൾ വന്നിരുന്നു, അപ്പോൾ നമുക്ക് ആ ഒരു സംതിങ് ഒരു ഇറിറ്റേഷൻ ഇല്ലേ? അത് അങ്ങനെ ഒരു ഇറിറ്റേഷനെ പറ്റിയിട്ടാണ് എവിടെയും പറയുന്നത്, വേറെ ഒന്നുമില്ല. നമുക്ക് പുറമേ നിന്ന് വന്നവർക്കെതിരായ പ്രസ്ഥാനം. ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നോർത്ത് ഈസ്റ്റിനകത്ത്, വടക്ക് കിഴക്കിനകത്ത് സംസ്ഥാനങ്ങൾക്കൊരു പ്രശ്നം. അവർക്ക് ആ സംസ്ഥാനങ്ങളിലോട്ട് പുറമേ നിന്ന് പോകുന്നവരെ അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. നോക്കൂ, വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ പുറമേ നിന്ന് പോകുന്ന മീൻസ് നമ്മൾ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നോ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അതായത് ഇതിപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം അസ്സാമിലെ പ്രശ്നത്തെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. അസ്സാമിലെ പ്രശ്നം ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അസ്സാമിൽ 1979 മുതൽ 85 വരെയുള്ള കാലയളവിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല, അസ്സാമിൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വന്ന ഒരുപാട് ആൾക്കാർ അവിടെ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്കത് അത്രത്തോളം ഇഷ്ടമുള്ള കാര്യമില്ല. വേറെ ഒന്നുമില്ല, അവർക്ക് കുറച്ച് പേടികളുണ്ടായിരുന്നു. കാരണം അവർക്ക് കുറച്ചൊരു വേവലാതികളുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുറത്തുനിന്ന് വന്നവർ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർ ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷമായിട്ട് മാറില്ലേ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അല്ലെ, ഞങ്ങൾ ന്യൂനപക്ഷമായി മാറുമോ എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവരുടെ അവരുടെ ഭാഷയും സംസ്കാരമൊക്കെ നശിച്ചു പോകുമോ, അല്ലെങ്കിൽ അതിലൊക്കെ കളങ്കം വന്ന് പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അവരുടെ ലാംഗ്വേജും കൾച്ചറും ട്രഡീഷനും പാരമ്പര്യങ്ങളൊക്കെ നശിച്ചു പോകുമെന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയപരമായിട്ടും അവർക്ക് സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇപ്പം ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പല വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, റിസോഴ്സസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ചോർത്തിക്കൊണ്ട് പോവുമോ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഒരു ഭയപ്പാടുകൾ പാവം നമ്മുടെ ആസാമീസിന് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും ഒരു ഡിസ്റ്റൻസ് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വെച്ചിട്ട് കീപ്പ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഒരു 2 ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം അവിടെ പ്രൊട്ടസ്റ്റ്, സമരം ചെയ്യാനാണ്. ഏതൊക്കെ ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ. ഇത് 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ, AASU എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഫുൾ ഫോം ഏതാനും ചോദിക്കാം. ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനും അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടിയുണ്ട്, അസാം ഗണസംഗ്രം പരിഷത്ത് എന്നുള്ളത്. ഓക്കെ, അതൊന്നും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അസാം സ്റ്റുഡൻസ് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയനെ പറ്റിയിട്ടാണ്. ഇതാണ് നമ്മൾ ഇത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഇത് നമ്മൾ essay വരുമ്പോൾ ഇത് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ 1979 ഫോം ചെയ്യുന്നത്. അതെന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ആൻറ്റി ഫോറിനർ മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം അതായത് വിദേശികൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷനൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തിനെതിരായിട്ടൊക്കെ ഇവർ സമരം ചെയ്തു. ഇവർ അതിനൊക്കെ ഇവർ എതിർത്തിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻലി പറയേണ്ടത്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നമ്മുടെ അസാം സ്റ്റേറ്റിലോട്ട് 1950 ശേഷം വന്ന് എല്ലാവരും തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത്. 59 ശേഷം സംസ്ഥാനത്തേക്ക് വന്ന് എല്ലാവരും തിരിച്ചയക്കണം എന്നുള്ളതാണ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം. മീൻസ് ഈ ഒരു ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ ഭയങ്കരമായിട്ട്, അപ്പോൾ അങ്ങനെ പറഞ്ഞാലും നമുക്കറിയാം, ഒരു കാര്യം പറഞ്ഞ് പ്രത്യേകിച്ച് എല്ലാവരും അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുകയാണ്, നിങ്ങളെല്ലാവരും 51 ശേഷം വന്ന് എല്ലാവരും തിരിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ അങ്ങനെ പോകത്തില്ലല്ലേ, കംപ്ലീറ്റ് ആയിട്ട് അവർ മാറത്തില്ല. അപ്പോൾ അവിടെ എന്ത് വരും? വയലൻസ് വരും അല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും അവിടെ എന്ത് വരും? ആക്രമണങ്ങൾ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ
യൂണിയൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുപാടായിട്ട് വയലൻസ് ആക്രമണങ്ങൾ മീൻസ് എന്താ പറയണ്ടേ ആക്രമണങ്ങൾ നടത്തുകയാണ് കേട്ടോ. എൻ്റെ വായിലത് തിരുന്നുന്നില്ല. ഓക്കെ, നോക്കൂ, 3000 പീപ്പിൾ വരെ സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ ഭയങ്കരമായിട്ട് വയലൻസ് നടന്നു, അത് നിങ്ങൾക്ക് ഓർക്കാമല്ലോ. 3000-ഓളം ആൾക്കാർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. മീൻസ് എന്താണ് എന്താ പറയുക, മൊത്തത്തിൽ എന്താ പറയുക, ആൾക്കാരെ കൊല്ലിയും ഒക്കെ ചെയ്യാണ് കേട്ടോ. ആൾക്കാരെ ഉപദ്രവിക്കും ഒക്കെയാണ് അവിടെ ചെയ്യുന്നത് കാര്യം. ഓക്കെ, അതായത് ഒരുപാട് പേർക്ക് അവരുടെ സ്വത്ത് വകകൾ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ട്രെയിന്, ബസ്, അങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ, പുറത്തുനിന്ന് ആൾക്കാരൊന്ന് തടഞ്ഞു നിർത്തി അവരെ എന്താണ് പറയുക, ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വയലൻസ് ആണെന്നുള്ള ഓർത്തിരിക്കുക. 3000-ഓളം ആൾക്കാർ മരിച്ചു എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മീൻസ് മനുഷ്യ ജീവന് ഹാനികരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്രയും രൂക്ഷമായപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതിൽ ഇടപെടും. ഓക്കെ, ഉറപ്പായിട്ടും ഇടപെടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ അസാം സമരം, ഈ അസാം അജിറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 വർഷത്തോളം ഈ ഒരു കോലാഹലങ്ങളെല്ലാം എന്ത് ചെയ്തു, നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് സമയത്ത് തന്നെയാണ് എന്ത് ചെയ്തത്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലോട്ട് എത്തുന്നത് കേട്ടോ. അതൊരു സമാധാന കരാറിലോട്ടൊക്കെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരമായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. ഗവൺമെൻറ് പറഞ്ഞു, എന്താ പറഞ്ഞത്, 1971 യുദ്ധത്തിന് ശേഷം വന്ന എല്ലാവരും, ആ യുദ്ധ സമയത്തോ അതിന് ശേഷമോ വന്ന എല്ലാ ആൾക്കാരും ഇപ്പം തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് 1971 യുദ്ധം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ 4ാമത്തെ പാഠത്തിൽ. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുദ്ധമായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്തോ അതിന് ശേഷമോ വന്ന എല്ലാവരും, മീൻസ് എവിടെ വന്നവരാണ്, അസാമിൽ വന്ന എല്ലാവരും എന്ത് ചെയ്യുക, തിരിച്ചു പോവുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ പറയുക, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമ്മുടെ മീൻസ് അസാമിൽ വരുന്നുണ്ട്. അങ്ങനെ 1985 എന്ത് ചെയ്യുന്നുണ്ട്, അസാമിൽ ഒഫീഷ്യലായിട്ട് ഒരു ജനറൽ ഇലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എന്താണ്, അസോം ഗണ പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ, ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകൃതമാകുന്നുണ്ട്. എന്താണ് അസോം ഗണ പരിഷത്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടത്തിയത്. വേറൊരു ഓർഗനൈസേഷൻ കൂടി ഞാൻ പേര് പറഞ്ഞല്ലോ, അസാം ഗണ സംഗ്രം പരിഷത്ത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് വരുന്നത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള അസോം ഗണ പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് AGP എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഫോം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ അസാം എന്ന് പറയുമ്പോൾ ഒരു സുവർണ അസാം എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക, നിർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളില്ലാത്ത, വേറെ ഫോറിനേഴ്സിനും വിദേശികളുമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത, വിദേശികളോ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും ഇല്ലാത്ത നമ്മുടെ ഒരു നേറ്റീവ്സ് അല്ലെ, പ്രാദേശികവാസികൾ മാത്രമുള്ള, അല്ലെങ്കിൽ എല്ലാം സമാധാനമായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾഡൻ അസാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് പ്രഫുല്ല കുമാർ മഹന്ത മാറുകയും ചെയ്യുന്നുണ്ട്. പ്രഫുല്ല കുമാർ മഹന്ത അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എവിടത്തെയാണ്, അസാമിലെ. ഓക്കെ, അപ്പോൾ അസാം പറയുമ്പോൾ ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ കോലാഹലങ്ങളെല്ലാം നമ്മളവിടെ വിവരിച്ച് എന്ത് ചെയ്യണം, പറയുന്നുണ്ട്. 3000 ആൾക്കാർ മരിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. പിന്നെ നിങ്ങൾക്ക് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു അത്യാവശ്യം ബ്രോഡായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എസ്സേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഷോർട്ടായിട്ട് 8 മാർക്ക് ലെവലിൽ എഴുതിയാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം, എങ്കിലേ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മിസോ നാഷണൽ ഫ്രണ്ട്, നാഗാ നാഷണൽ കൗൺസിൽ, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനൊക്കെ നമുക്ക് 1 വേർഡായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി ഇത് എസ്സേ ടോപ്പിക്കായിട്ടാണ് എപ്പോഴും വന്ന് മീൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 സബ് ടോപ്പിക്സും റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ, പ്ലീസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇത് റിഗാർഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക.